ഹലോ എവ്രി വൺ, മോം ആൻഡ് ടൈനി സ്കോച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എവിടേക്കാണ് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, ബാംഗ്ലൂർ ലാൽബാഗിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ദിവസമായി ഞങ്ങൾ പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അതിനുള്ള സമയം ഇന്നാണ് കൂട്ടുകാരെ ആയത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിയതാണ്. ഏകദേശം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 2 മണിക്കൂർ ജേണി ഉണ്ട് ലാൽബാഗിലേക്ക്. അപ്പോൾ ബാംഗ്ലൂർ ട്രാഫിക്കിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതും കൂടി കൂട്ടുമ്പോൾ നമുക്കൊരു 3 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും ഞങ്ങളൊരു 4-4:30 അടുത്തിട്ടാണ് ഞങ്ങൾ ലാൽബാഗിലേക്ക് എത്തിയത് കേട്ടോ. അത്രയും ദൂരം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളായിട്ട് പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് നിർത്തേണ്ടിയൊക്കെ വന്നതുകൊണ്ട് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് കാണാം. KSRTC ബസ് സ്റ്റാൻഡാണത്. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ബിൽഡിംഗ് നിറച്ചും കാർ പാർക്കിംഗ് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ പോകുമ്പോൾ തന്നെ പാർക്കിങ്ങിന് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴേ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്ത് ഇവിടെ ഇത്ര റഷ് ഇന്ന് പാർക്കിങ്ങിനെന്ന്. കണ്ടില്ലേ, നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സംഭവം അത്ര പിടുത്തം കിട്ടിയില്ല. കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ലാൽബാഗിൻ്റെ എൻട്രി ഗേറ്റ്. ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആയിരുന്നു. പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല. അവർ വണ്ടികളൊക്കെ തിരിച്ചു വിടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നത് വെറുതെ ആയോ എന്ന് സംശയിച്ച് നിന്നു. ഇനി തിരിച്ചു പോകേണ്ടി വരുമോ എന്നിങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴാണ് അന്വേഷിച്ച് അവസാനം ഞങ്ങൾക്കും ആ ബസ് സ്റ്റാൻഡിനുള്ളിലാണ് പാർക്കിംഗ് സ്പേസ് ഉള്ളതെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മൾ കയറി തുടങ്ങിയപ്പോൾ 5ാമത്തെ ഫ്ലോർ വരെ കയറേണ്ടി വന്നു. എനിവേ നമുക്കും കിട്ടി പാർക്കിംഗ് സ്പേസ്. നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി കേട്ടോ. ഈ കാർ പാർക്കിങ്ങിൻ്റെ നേരെ ബാക്കിലായിട്ടൊരു വലിയ ശ്മശാനം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ആ ശ്മശാനം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് അന്വേഷിച്ചിട്ട് ലിഫ്റ്റ് കിട്ടിയില്ല. അവസാനം ആ 5 ഫ്ലോർ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലോർസൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പം നേരത്തെ ഞാൻ കാറിലിരുന്ന് കണ്ട പോലെ ഞങ്ങളും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കേണ്ടി വന്നു. ഇവിടുന്ന് ഈ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. എന്തായാലും നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലോട്ട് എത്തി. അവിടെ നല്ലൊരു ഈവനിങ് നല്ല ഒരു ടൈമിങ്ങിലാണ് നമ്മൾ എത്തിയത്. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ കല്ലൂസിനെയും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ എൻട്രി ഫീ ഒക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി. അപ്പോൾ നേരെ നോക്കിയാൽ കാണുന്ന ആ ഒരു പാറയുടെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ഭയങ്കര റഷാണ്. അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് കാണുന്നത് ഭയങ്കരമായ റഷായിരുന്നു. ജനമഹാസമുദ്രം എന്നൊക്കെ പറഞ്ഞാലും ഉണ്ട്. നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയ ഒരു സാഹചര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ തന്നെ നമുക്കാകെ ഒരു അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യാമെന്നൊക്കെ കരുതി നമ്മൾ അവിടുന്ന് മെല്ലെ മുന്നോട്ട് നടന്നു. അവിടെ സൈഡിലായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഓൾറെഡി അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല പല വെറൈറ്റി തീമുകളായിട്ട് അവരവിടെ നമ്മുടെ ഫ്ലവർ ഷോയിലോട്ട് പോകുന്ന ഏരിയ ഫുൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഒക്കെ നിറയെ ആൾക്കാരാണ്. നമുക്ക് അവിടെ പോയി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. ഈ കാണുന്ന ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫ്ലവർ ഷോ നടക്കുന്നത്. കണ്ടില്ലേ തിരക്ക്? ഈ തിരക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം ഔട്ടർ പാർട്ടൊക്കെ ഒന്ന് കവർ ചെയ്തു ജസ്റ്റ്. അവിടെ പോലും ഭയങ്കര തിരക്കായിരുന്നു. നമ്മളൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറാൻ വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കുമായിരിക്കും. അത്രയും തിരക്കായിരുന്നു കേട്ടോ. എനിവേ നമ്മൾ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ മനോഹരമായ ഫ്ലവർ ഷോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു 1 ടൈമൊക്കെ വർത്താണ് കേട്ടോ പോയി കാണുന്നത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് അത് രാമായണം ബേസ്ഡ് തീമായിരുന്നു കേട്ടോ. ഫ്ലവർ ഷോ ഒക്കെ എടുത്തിരുന്നത്. എല്ലാ വർഷവും ഫ്ലവർ ഷോ നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എനിവേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
ഇനി നമ്മൾ ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഒത്തിരി നേരം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല, തിരക്കുകൊണ്ട്. എന്നാലും ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെ ഞങ്ങൾ കവർ ചെയ്തെടുക്കാൻ നോക്കി വീഡിയോ. പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തുള്ള ആ വാൽമീകിയുടെ പ്രതിമയ്ക്ക് ചുറ്റും നല്ല ഭംഗിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പോലീസുകാർക്ക് റഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു ഫ്ലവർ ഷോ ആയിരുന്നു. പക്ഷെ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. ഈ നമ്മൾ കയറിയിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ടെമ്പിൾ ലുക്കിലും അവർ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ പറ്റിയില്ല നമുക്ക്. നമ്മൾ ഈ ലൈനിൽ സ്റ്റക്കായി നിന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പറ്റുന്ന പോലെ ചെറിയൊരു ഷോട്ട് എടുത്തതായിരുന്നു അത്. ഈ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പല പല കളറിൽ നമ്മൾ കാണാത്ത ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇതാണ് ആ കാണുന്ന ഗ്ലാസ് ഹൗസ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് എക്സിബിഷൻസ് പോലെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് നടന്ന് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തു. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്ക് മിരിഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡപ്പായിട്ട് ഒരു സൈഡ് മാത്രം കവർ ചെയ്തു. ഇവിടെ ഒരുപാട് ഡ്രസ്സും ജ്വല്ലറീസ് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് ബാഗ്സ് ഒക്കെ ഒരുപാട് എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ കുറേ പ്രൊജക്റ്റ് വർക്ക്സ് കാണാൻ സാധിച്ചു. നമുക്ക് സ്കൂളിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഡ്രിപ്പ് ഇറിഗേഷൻ, ടെറസ് ഗാർഡൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡമ്മി മോഡൽ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രൊജക്റ്റ് വർക്കിൻ്റെ ഒരു ഡമ്മി മോഡൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടി നോക്കിയിട്ട് ദേ ഈ പെണ്ണ് വരുന്നില്ല. അവൾ കൈ പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പാർക്ക് കണ്ടപ്പോൾ അവൾക്ക് അവിടെ പോയി കളിക്കണം. അങ്ങോട്ടേക്കുള്ള ഓട്ടമാണ് കേട്ടോ അത്. കൈ പോലും പിടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം വീരുക്കുട്ടനും അവളും കൂടി അവിടെ ഓടി കളിച്ചു. അവൾ ഏട്ടൻ്റെ പുറകെ ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. ഏട്ടൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.